മെഡിക്കൽ കോളേജ് അമ്മക്ക് കാറിൻ്റെ വേദനയാണ് കാണിക്കാൻ പോയത്. അവർ ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ECG റിപ്പോർട്ട് ഒക്കെ എഴുതി ചെയ്യിപ്പിച്ചു. പ്രശ്നമില്ലാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് അതുകൊണ്ട് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞു, ഈ മാസം 10-ാം തീയതി. അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റായി ഓപ്പറേഷനൊക്കെ ചെയ്ത് വാടിക്ക് 11 മണിയായപ്പോൾ രാവിലെ മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു എക്സ്റേ എടുക്കണം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാൻ വേണ്ടി എക്സ്റേ എടുപ്പിച്ചു. അതിൽ കുഴപ്പമില്ലാന്ന് പറയാൻ വേണ്ടി പിന്നെ വാടിക്ക് തന്നെ മാറ്റി അവിടെ കിടത്തി. പിന്നെ രാത്രി ആയപ്പോൾ കാലിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി. അത് മാറിയപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പോയി പറഞ്ഞപ്പോൾ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. ആദ്യം ഐസ് കട്ടമാരിയായി കാല്, കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിന് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളി, മറ്റേ എവിടെയാണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് കൊണ്ടുപോയിക്കോളി. പുറത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പുറത്തുനിന്ന് സ്കാൻ ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ ഒരു പറഞ്ഞു കൊണ്ടുവന്നാലും ഇവിടെ നോക്കാൻ ഡോക്ടർമാരൊന്നുമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇവിടെ പഠിക്കുന്നവർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടുപോയിക്കോളിയാണ്. അപ്പോഴത്തേനും ഡോക്ടർ പോയി കൊണ്ട് ആംബുലൻസൊക്കെ വിളിച്ച് കോഴിക്കോട്ടേക്ക് പോകാൻ നമ്മളറിഞ്ഞില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു പറഞ്ഞു ആംബുലൻസ് താഴെ വരും, അതിൽ കയറിയാൽ മെഡിക്കൽ കോളേജിൽ ഇറങ്ങാൻ പറ്റുള്ളൂ, വേറെ എവിടെ ഇറങ്ങാൻ പറ്റില്ല, നിങ്ങൾ എന്നാലും രോഗിനെ കൊണ്ട് പോയി പറഞ്ഞു. കുറേ പേപ്പറിൽ നമ്മളോട് സൈൻ ചെയ്യിപ്പിച്ച് ഇവർ പോയി പറഞ്ഞു ഞങ്ങളെ വിട്ടു. അവിടെ പോയി നോക്കിയപ്പോഴാണ് നരമ്പ് വലത് കാലിൻ്റെ നരമ്പ് നേരന്ന് മുറിഞ്ഞിട്ട് അത് മടക്കി സ്റ്റാപ്ലർ അടുക്കി വെച്ച കാര്യം സ്കാൻ ചെയ്തപ്പോൾ അവർ പറയാറ്. നമുക്കറിയില്ലല്ലോ, നമ്മളിത് കാലിങ്ങനെ കാണുമ്പോൾ വൈകുന്നേരം ആയപ്പോഴത് അറിയണത് കറുത്ത കാര്യങ്ങൾ. ആരോട് ഇതേമാതിരിയൊക്കെ കാട്ടിയാൽ എങ്ങനെ വയസ്സായതാണ് എനിക്ക് നോക്കാതിട്ട് കാര്യമുണ്ട്. നടന്നു പോയതാണ് എൻ്റെ അമ്മേൻ്റെ അമ്മയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിയപ്പോഴാണ് ഈ നരമ്പ് മുറിഞ്ഞ കാര്യം ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ നമ്മളതിന് മുന്നേ നമുക്കറിയില്ലല്ലോ നരമ്പ് മുറിഞ്ഞിട്ടാണ് ഇത് കാലിങ്ങനെ ആയത്. കാരണം ഒരു കുഴപ്പമില്ലാതെ നടന്നു പോയതാണ്. ചെറിയ കാല് കുത്തുമ്പോൾ ചെറിയ വേദന ഉള്ളായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഓപ്പറേഷനിൽ 10 ദിവസം മുന്നെയാണ് കൊണ്ടുപോയത്. അപ്പോൾ ഓരോ റിപ്പോർട്ട് ടെസ്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ ഡേറ്റ് കിട്ടി. മെയ് 10-ാം തീയതിയാണ് അഡ്മിറ്റ് ആയത്. ഓപ്പറേഷൻ ഡേറ്റ് 12-ാം തീയതി. 12-ാം തീയതി രാവിലെ 7 മണിക്ക് ഓപ്പറേഷൻ കയറ്റി 11 മണിയായപ്പോൾ ICUയിൽ കയറ്റി ഇറക്കി, വാടിക്ക് മാറ്റി 11:30 ആയിരുന്നു. അന്ന് രാത്രി തന്നെയാണ് ഒരു 8-9 മണിയാകുമ്പോൾ കാലിൻ്റെ കളർ മാറി ആകെ തണുത്ത കാല്. ഡോക്ടറെ പേര് അറിയാം? ഡോക്ടറെ പേര് സജീവ് കെട്ടി. ഞങ്ങൾ ഡോക്ടറാണ് കാണിച്ചത്, മഞ്ചേരി മെഡിക്കൽ കോളേജ് പുറത്തുള്ള ഡോക്ടറാണ്. ഒന്നും കൊടുത്തിട്ടില്ല, കാരണം നമ്മളിത് ഇവർ പറഞ്ഞു. പിന്നെ ഞാൻ എന്താ പറയുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇപ്പം അവിടെ ഉള്ള ചികിത്സകളും ചിലപ്പോൾ ഡോക്ടർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇനി ഉള്ളതും കൂടി കുറയണ്ടെന്ന് എഴുതിയിട്ട് നമ്മൾ ആരോടും പരാതി പറയുന്നില്ല. നിലവിൽ സ്ഥിതി ഇപ്പോൾ 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇൻഷൂർ കാർഡ് ഞങ്ങൾക്ക് റെഡി ആയിട്ടില്ല. എത്രങ്ങാനും പൈസ പോയി. ഇപ്പം ഇന്നലെ 17,000 റുപ്യേൻ്റെ മെഷീൻ ഇന്നലെ വാങ്ങിക്കൊടുത്തു. കുറച്ച് നീര് വലിക്കണം മെഷീൻ വെക്കണം എന്ന് പറഞ്ഞാൽ അത് വാങ്ങിക്കൊടുത്തു. ഒരു പറയണം ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ശരിയാവുമെന്ന് ഒരു ഉറപ്പ് പറയില്ല. പിന്നെ ഓരോന്ന് പറ്റിയല്ലേ. അങ്ങനെ ഇപ്പോൾ എത്ര ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നത്, എല്ലാവർക്കും ഇത് പറ്റൂലേ. എത്ര ലക്ഷം രൂപ ചിലവായി? ഒരു 2 ലക്ഷം റുപ്യേൻ്റെ അടുത്തായി ഓരോ സാധനങ്ങൾ. ഫസ്റ്റ് ദിവസം ഞങ്ങൾ കാഷ്വാലിറ്റി ചെന്നിട്ട് അന്ന് ഓപ്പറേഷനിൽ തന്നെ 30,000 റുപ്യേൻ്റെ മേലെ പോയി. സാധനങ്ങൾ വാങ്ങാൻ മാത്രം, ഓപ്പറേഷൻ്റെ സാധനങ്ങൾ വാങ്ങാൻ മാത്രം. ഒരു പറഞ്ഞു ഇൻഷൂർ കാർഡിലൊന്നും തരാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വേറെ ഇൻഷൂർ കാർഡ് ഉണ്ടെന്ന് അവർ തന്നില്ല. ഇൻഷൂർ കാർഡ് മഞ്ചേരി ഇൻഷൂർ കാർഡിൽ ഇല്ല. എന്നപ്പോൾ ചെയ്യാൻ പറ്റില്ല.